നല്ല പോലെ കേട്ടോ, നിന്നെ പറ്റി മുസ്തഫായ നബി തങ്ങൾ അഭിമാനം കൊള്ളുകയാണ്, ഹബീബായ നബി തങ്ങളെ പെരുമ കൊള്ളുകയാണ്, മുസ്തഫായ നബി തങ്ങൾ നിന്നെ കുറിച്ച് ഊട്ടം കൊള്ളുകയാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് കണ്ട, ഹാലഫനി ശബാബ് ലമ്മാ ഹാലഫനി ശുയൂഖ്. ഇൻഷാ അല്ലാഹ് പിന്നെ പറഞ്ഞ പോലെ പോവല്ല, അങ്ങനെ പോവല്ല, അങ്ങനെ പോവാൻ അമ്മയുടെ വർക്കല്ലല്ലോ. നാളെ രാത്രി മാരിബിന്റെ ശേഷമാണ് ഇൻഷാ അല്ലാഹ് മഹാനരായ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ അവர்கள் ഇവിടെ എത്തുന്നതും മജ്ലിസ് നൂറിന്റെ നേതൃത്വം എത്തുന്നതും. തുടങ്ങി എത്രല്ല, കുറച്ച് കൈയ്യട്ടെ തീർക്കല്ലേ. നാളെ ഇൻഷാ അല്ലാഹ് മാരിബിന്റെ ശേഷം ബഹുമാനപ്പെട്ട തങ്ങളവர்கள் വരുന്ന ഈ സമയത്തല്ല, കുറച്ച് വേഗം വരും. മാരിബ് കഴിഞ്ഞ ഉടനെ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. സയ്യിദ് കുടുംബത്തിലെ മഹാനരായ കണ്ണിയാണ്, ഈ ഉമ്മത്തിന്റെ ആത്മീയ നേതൃത്വമാണ്. ഹബീബായ നബി തങ്ങളെ പരിശുദ്ധ പരമ്പര അഹ്ലുബൈത്ത് കുടുംബത്തിലെ മഹാനരായ കണ്ണിയാണ്, നമ്മുടെയൊക്കെയും ആത്മീയ നേതാവാണ്. മഹാനരായ തങ്ങൾ നാളെ മാരിബിന്റെ ശേഷം നടക്കുന്ന മജ്ലിസുൻ നൂറിന് നേതൃത്വം നൽകും. അതുകൊണ്ട് സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഇൻഷാ അല്ലാഹ് ഉറൂസ് കമ്മിറ്റി വോളണ്ടിയർമാർ കവറുമായിട്ട് വരുന്നുണ്ട്. ചെറിയ കിടാക്കോ വോളണ്ടിയർമാർ നല്ല ചമ്പ പോലത്തെ ബാല്യക്കാരല്ല, ചെറിയ കുട്ടികൾ ഇൻഷാ അല്ലാഹ് കവറുമായി വരുന്നുണ്ട്. കവറെല്ലാരും വാങ്ങണോ, ഉദ്ദേശങ്ങളെല്ലാം കരുതിയിട്ട് നല്ലൊരു സംഭാവന അതിലേക്ക് ഇട്ടുകൊടുക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാ മജ്ലിസുകളിലും പ്രത്യേകിച്ച് നാളെയും നിങ്ങൾക്ക് വേണ്ടി ദുആ ഉണ്ടാകും. അല്ലാഹു കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത്. എത്ര മണിയാ? 10:30 അല്ല 10:30. എപ്പോഴത്തെ പോലെ അല്ലല്ല 11:25 അങ്ങനല്ല, കിടക്കലിയല്ലോ. തുടങ്ങാൻ ലേറ്റായതുകൊണ്ട് നിർത്താനും ലേറ്റാക്കണോ? അപ്പൊ ഏതുവരെ പോവാ? ഇൻഷാ അല്ലാഹ് അങ്ങനെ അനക്കം തിരിക്കില്ല, എന്നാലും സമയം പോകണല്ലോ. കടലിലേക്ക് എറിയുന്നെങ്കിലും കണക്ക് കൂട്ടിട്ടെറിയണോ? ഒട്ടാരെ തൊട്ടൽ കെട്ടിട്ട് എറിഞ്ഞിരുന്നാണ്. എപ്പോഴോ ഇന്നൊരു 11:15 അല്ലേ? അതിന്റെ ഇടയിൽ എന്തുകൊണ്ട് പേടിക്കണ്ട. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ഞങ്ങളെ ഖൽബ് നന്നാക്കി തരട്ടെ. ഇത് നമുക്കൊരു കിബറായിട്ടോ ഒരു അഹങ്കാരമായിട്ടോ അല്ലാഹു തആല ഞങ്ങളെ തള്ളിക്കളയാതിരിക്കട്ടെ. ഞങ്ങൾക്ക് അല്ലാഹു ഏറിയ ഇഖ്ലാസ് നൽകട്ടെ. ആമീൻ ചൊല്ല്. അല്ലാഹു ഏറിയ ഇഖ്ലാസ് നൽകട്ടെ. ഞങ്ങളെ ഇൽമിൽ അല്ലാഹു സിയാദത്തും ബർക്കത്തും നൽകട്ടെ. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെല്ലാവരെയും നന്നാക്കട്ടെ. എന്ത് ഞാൻ പറഞ്ഞേ? എന്ത് പറഞ്ഞേ? ഗോവിന്ദ. ഞാൻ എന്ത് പറഞ്ഞേ? നാളെ മാരിബിന് തങ്ങ വരുന്നതല്ലേ? അതിന്റെ മുന്നെന്ത് പറഞ്ഞേന്ന്? മുസ്തഫായ നബി തങ്ങൾ ബാല്യക്കാരെ കുറിച്ച് അഭിമാനം പറഞ്ഞു. ബാല്യക്കാരെ കുറിച്ച് അഭിമാനം പറഞ്ഞു. ഏത് ബാല്യക്കാരന്? മൂക്കറ്റം വരെ മോന്തി നടക്കുന്ന ബാല്യക്കാരനല്ല, കഞ്ചാവടിച്ചിട്ട് ലഹരി കെട്ട ബാല്യക്കാരനല്ല, കണ്ട പെണ്ണിന്റെ പിന്നാലെയല്ല കമന്റ് അടിക്കുന്നവനല്ല, ഉമ്മ വാപ്പാനെ നോക്കാത്ത ബാല്യക്കാരല്ല, പള്ളിന്റെ വായിക്കും മറന്നിട്ട് പോലും കേറാത്ത ബാല്യക്കാരല്ല, മതബോധമുള്ള ബാല്യക്കാർ, നല്ലവരായ ബാല്യക്കാർ, ദീനീ ബോധമുള്ള ബാല്യക്കാർ, അല്ലാഹുവിന്റെ പേടിയുള്ള ബാല്യക്കാർ, ഞങ്ങൾ ഈ പരിസരത്തിൽ വോളണ്ടിയർമാരായിട്ടും മറ്റും നിന്നിട്ടുള്ള ബാല്യക്കാർ, അതുപോലെയുള്ള നല്ല മതബോധമുള്ള ബാല്യക്കാരെ കുറിച്ച് ഹബീബായ നബി തങ്ങൾ ഊറ്റം കൊണ്ടോ അഭിമാനം കൊണ്ടോ അവിടുന്ന് മദ്ഹ് പറഞ്ഞു. ലമ്മാ ഹാലഫനി ശബാബു ലമ്മാ ഖാലഫനി ശുയൂഖ്. എന്നെ പണ്ട് സപ്പോർട്ട് ചെയ്തത് ഹബീബായ നബി തങ്ങൾ പറയുകയാ, പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനവുമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിലേക്ക് ജനങ്ങളെ വിളിക്കാനുള്ള ഉത്തരവാദിത്വവുമായി വലിയൊരു പ്രബോധന ദൗത്യവുമായി ഞാൻ അങ്ങതാ മക്കയിൽ വന്നപ്പോ, ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിച്ചപ്പോ, ദീനിന്റെ വഴിയിലേക്ക് വിളിച്ചപ്പോ, മുന്നും പിന്നും നോക്കാതെ എന്റെ കൂടെ കൂടിയിട്ട് എനിക്ക് താങ്ങായി തണലായിരുന്നത് ബാല്യക്കാരാണ്.
എപ്പോഴറിയോലമ്മാ വയസ്സന്മാർ കല്ലെറിഞ്ഞപ്പോ വയസ്സന്മാർ മാറി നിന്നിട്ട് കുണുകുണ പറഞ്ഞപ്പോ വയസ്സന്മാർ എന്നെ വധിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയപ്പോ അബൂ സുഫിയാൻ തങ്ങളുടെ നേതൃത്വത്തില് അബൂജഹലിന്റെ നേതൃത്വത്തില് ഉത്ബത്ത് ശൈബത്തിന്റെ നേതൃത്വത്തില് ഉമ്മയ്യത്തിന്റെ നേതൃത്വത്തില് അവരൊക്കെ 50 കഴിഞ്ഞ വയസ്സന്മാരായിരുന്നു. അന്നത്തെ നാട്ടിന്റെ വലിയ നേതൃത്വമായിരുന്നു. അവരെല്ലാവരും എനിക്കെതിരെ ദീനിനെതിരെ പടക്കോപ്പ് നയിച്ചപ്പോ ഗൂഢാലോചന നടത്തിയപ്പോ കുതന്ത്രങ്ങൾ മെനഞ്ഞപ്പോ എന്റെ കൂടെ നിന്നത് ദീനിന്റെ കൂടെ കട്ടക്ക് നിന്നത് എനിക്കൊരു സപ്പോർട്ടായി ധൈര്യമായി നിന്നത് ബാല്യക്കാരാണ്. അതുകൊണ്ട് ബാല്യക്കാരോട് നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറണോ. തെറ്റുകൾ സഹജമാണ്, തെറ്റുകുറ്റങ്ങൾ സ്വാഭാവികമാണ്. അതിനുള്ള സൗകര്യം കൂടിയ ഇന്നത്തെ കാലത്ത് പറയും വേണ്ട. എന്നാലും ബാല്യക്കാരെ ഒറ്റപ്പെടുത്തണ്ട, ദൂരത്താക്കണ്ട. അവർ 5 സ്റ്റാറിലുണ്ടാകാം, 3 സ്റ്റാറിലുണ്ടാകാം. നമ്മളെ നാട്ടിൽ ഉണ്ടാവും 3 സ്റ്റാർ ക്ലബും 5 സ്റ്റാർ ക്ലബിൽ ഇരുന്നോട്ട്. ക്ലബ്ബ് വേണമെന്നല്ല ഞാൻ ചൊല്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒരുപാട് സോഷ്യൽ വർക്കൊക്കെ അതുപോലെ നടക്കുന്നുണ്ട്, നടക്കട്ടെ. പക്ഷെ പള്ളിന്റെ ജമാഅത്ത് നടക്കുമ്പോ ആടെ വലിയ ക്യാരം ബോർഡ് വെച്ചിട്ട് ചൊട്ടുന്നെങ്കിൽ നിങ്ങൾ 3 സ്റ്റാർ നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് അത് നരകത്തിൽ കത്തിയാളുന്ന സ്റ്റാർ ആയിട്ട് മാറും, സംശയമില്ല. ഇടണ്ടാണ് ഉണ്ടെങ്കിൽ ചൊല്ലണം, ഇല്ലെങ്കിൽ ചൊല്ലണം. ഇത് പണി ചടങ്ങ് തീർക്കുന്നല്ല. ഇവിടെ തൊണ്ട കീറാന് എനക്കങ്ങനെ ചോര ഏറിയിട്ടൊന്നുമില്ല. കണക്കിന്റെ ചോരന്റെ ഉള്ള ജമാഅത്ത് നിസ്കരിക്കുമ്പോ മറ്റു സമയത്ത് പുസ്തകം ബാക്കി ടൈമിൽ ചൊട്ടാമാ പാടില്ല, ക്യാരം ബോർഡ് പാടില്ല. എന്നാലും പറഞ്ഞത് ഇനി എത്ര ചൊട്ടിങ്ങും എപ്പോ ചൊട്ടിങ്ങും അപ്പ ചൊട്ടിയില്ല. അതിന്റെ അർത്ഥം മുന്നെല്ലാം ചൊട്ടാന്നല്ല. ചെക്ക എണിച്ചിട്ട് പോകുന്നതാണത് പോയി ചെല്ലാനായിരിക്കും. ഉസ്താദ് ലൈസൻസ് അങ്ങനെയല്ല പറഞ്ഞു. ചിലടുത്തുണ്ട് അല്ലെങ്കിലും അതിനെ ആളുള്ളൂ. അത് വേണ്ട ഞാൻ പറയുന്നില്ല. കാരണം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ചില പള്ളിന്റെ അകത്ത് വെച്ച് നടക്കുന്നതിനേക്കാളേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പള്ളിക്ക് പുറത്തുള്ള ക്ലബിലാണ്. അതറിയോ നിങ്ങൾ? അതുകൊണ്ട് കാടടച്ച് ഞാൻ വെടിവെക്കുന്നില്ല. മുത്തലക്കന്നത് ഹറാമാണ്, ക്ലബ് പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഹറാമിയത്തിന്റെ കാര്യം അവിടെ വരുമ്പോൾ ഹറാമോ. നിങ്ങൾ നോക്കൂ, ചില പള്ളി കമ്മിറ്റിക്കാരുണ്ട്, ചില പള്ളി പാവപ്പെട്ട ചങ്ങായി മോളെ കല്യാണത്തിന് വേണ്ടിയിട്ട് കമ്മിറ്റി മീറ്റിംഗ് കൂടുമ്പോ വന്നിട്ട് പറഞ്ഞ് എന്തോ ആയിട്ട് എന്താക്കുന്നത് അറിയുന്നില്ല, കുറെ ആയി പുതിയാപ്പിള നോക്കുന്നു, ഒന്നും സെറ്റാകുന്നില്ല. അൽഹംദുലില്ലാ എല്ലാരും കൂടിയിട്ടും പിടിച്ചിട്ടും ഒന്ന് സെറ്റായിന്. ചെമ്പരിക്കുന്ന മേൽപ്പുറമ്പെന്ന കാഞ്ഞങ്ങാടുന്ന ഏടെന്ന് അറിയില്ല. അൽഹംദുലില്ലാ എന്തും ഇല്ല. ഓർന്ന് കേട്ടിനേം ചൊല്ലിട്ട് വന്നിട്ട് നിങ്ങക്ക് കടലസ്ഥ കൊടുത്തറ വേണ്ട. ഒരു കേട്ടിട്ടില്ല. എന്നാലും എന്റെ മോളല്ലേ പോകുമ്പോ എന്തെങ്കിലും ഞാൻ കൊടുക്കണ്ടേ? എന്റെ കരളല്ലേ അത്. എന്തോ ആയിട്ട നിങ്ങൾ എല്ലാരും എന്തെങ്കിലും ആക്കിനെ നല്ലുണ്ടായിട്ട് കമ്മിറ്റി ഓഫീസിൽ വന്നിട്ട് ഞങ്ങളെ കമ്മിറ്റിന്റെ ജമാഅത്തിന്റെ ആള്, ഞങ്ങളെ പള്ളിക്ക് മാസിക വന്തിക തരുന്ന ആള്, ഞങ്ങളെ പള്ളിക്ക് തേങ്ങ തരുന്ന ആള്, ഞങ്ങളെ പള്ളിന്റെ റാത്തീവിന് 250 പത്രം തന്ന ആള്, ഞങ്ങളെ പള്ളിന്റെ പറമ്പിൽ കബർ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ള ആള്. ആ മനുഷ്യൻ വന്നിട്ട് കമ്മിറ്റിക്കാരിൽ ചെല്ലിട്ടാകുമ്പോ ഇയാൾ എന്താക്കിയറിഞ്ഞ വലിയ വലക്ക പോലത്തെ സീളും മറ്റാ ആനന്റെ വാല് പോലത്തെ പെന്നും എടുത്തിട്ട് ഒരു കുത്തു ലെറ്റർ പാഡിലേക്ക് എന്നിട്ട് എഴുതി എന്തറിഞ്ഞ ഞങ്ങൾ ജമാഅത്തിൽപ്പെട്ട പാവപ്പെട്ടവനാണ്, നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പോയിക്കോ. കത്തും കൊടുത്തിട്ട് ഒരു വിടൽ തെണ്ടിക്കോ കർണാടക, കേരള, ഈ സീലിട്ട് ജമാഅത്ത് വേണം. അതേപോലെ നീ നേരെ ക്ലബിലോ, നീ ക്ലബ് ചെല്ലിട്ട് അങ്ങനെ കാരണ്ട. നല്ല പ്രവർത്തനങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഹറാമ് വരുന്നുണ്ടോ, അവിടെ ഗാഞ്ച വിളിക്കുന്നുണ്ടോ, കഞ്ചാവ് വിളിക്കുന്നുണ്ടോ, നിസ്കാരം ഒഴിവാക്കിയിട്ട് അതിന്റെ അകത്ത് കൂടുന്നുണ്ടോ, തെറ്റ് തന്നെയാണ്, അല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നിരുപാധികം പറയണ്ട.
ഇനി ആ ബാല്യക്കാരോട് പറ്റിയല്ലേ ഇങ്ങനെ കഷ്ടപ്പാടുണ്ട്, ബേജാറുണ്ട്. അല്ലാ, ബാല്യക്കാർ സടകുടിഞ്ഞെഴുക്കും. ഇന്നലെ രാത്രിയാണ് ഡേ നൈറ്റ് മാച്ച് കഴിഞ്ഞ ഫെഡ് ലൈറ്റ് മാച്ച് 2020. അതിന് 13 ലക്ഷം ചെലവാക്കിനെങ്കിലും ഈ ബന്ധ കത്തവർ തള്ളേല. അവർ ഉടനെ മേങ്ങും, വേണ്ടതൊക്കെ ചെയ്യും, എല്ലാം ആക്കും. എല്ലാ ജമാഅത്തും ഇങ്ങനെ, എല്ലാ ക്ലബും അങ്ങനെ എന്നല്ല ഞാൻ പറഞ്ഞേ. പുല്ലിൽ നിന്ന് ബയലു ബദല്, പലതിൽ ചിലത്. മനസ്സിലായ? ചർച്ചാക്കുന്നവന് എന്തും ചർച്ചാക്കാന്ന്. ഇനിയിപ്പോ ഇനെന്തല്ലേ ചർച്ച നടക്കും? ചർച്ച എല്ലാവരും ആക്കുന്നില്ല. എല്ലാവർക്കും ഗ്രൂപ്പുണ്ട്. ബാല്യക്കാരെ ഇല്ലെങ്കിൽ ബാല്യക്കാർക്ക് ചർച്ചാക്കാൻ ബാല്യക്കാരെ ഗ്രൂപ്പ്, യുവക മണ്ഡല, യൂത്ത് വിങ്. വയസ്സന്മാരെ പറ്റി എന്തെങ്കിലും ചെല്ലിയുന്നുണ്ടെങ്കിൽ അവർക്ക് പിടിച്ചില്ലെങ്കിൽ അവർക്ക് ചർച്ചാക്കാൻ മൂത്ത വിങ്. കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ചൊല്ലിയിട്ട് അവർക്ക് പിടിച്ചില്ലെങ്കിൽ അതിന് ചർച്ചാക്കാൻ ഫാമിലി വിങ്. മൈക്കന്റെ സൗണ്ട് അത് ഇത് അപ്പുറം സെറ്റാക്കണം, റെഡിയാക്കണം, ചെല്ലിയുന്നുണ്ടെങ്കിൽ അതിന് ചർച്ചാക്കാൻ ഓർക്കുണ്ട് ഗ്രൂപ്പ്. കേക്കല്ലേ വേണം. അയാൾ വന്നപ്പോ ഒരു 8ന്റെ പണി കൊടുക്കണം, ഓറും തീരുമാനിക്കും. എന്റെ അയാളെന്തോ വെച്ചാൽ നീ ഓറല്ല, നമ്മളെ ആത്മസുഹൃത്താണ്. വലിയ വേണ്ടപ്പെട്ട ആളാണ്, എന്റെ നാട്ടുകാരനാണ്, എന്റെ വലിയ കൂട്ടുകാരനാണ്. മാഷാ അല്ലാഹ്, ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയ സംരംഭമാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ല, എല്ലാവർക്കും ആളുണ്ട്. കേട്ടിട്ടില്ല, ഉമ്മാനെ തല്ലിയിട്ട് കൊന്നോന്റെ ഒക്കെയും 8 ആൾ കൂടി 20 ആളിൽ ഒരു ചെല്ലിയാൽ എന്തത്? ഉമ്മാനെ തച്ചിട്ട് വന്നിട്ട് വന്ന് യന്ത്രം നിന്റെ വീട്ടിലെല്ലാം ചോര, യന്ത്രം നിന്റെ കൈയന്ത്ര വറക്കുന്നതിന്റെ മുട്ടന്തര വറക്കുന്നേ. 20 ആളെ പോയി കണ്ടിട്ട് ചെലുത്താൻ പോയി ചെല്ലും പറഞ്ഞാ ഞാൻ ഉമ്മാനെ തച്ചിട്ട് കൊന്നിട്ട് വന്നേ. അപ്പൊ അതിൽ 14 ആളും പറഞ്ഞു ഉമ്മാനെ 16 ആള് നോക്കുമെന്ത് അങ്ങനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉമ്മാനെ കൊന്നിട്ടുമായി, ഒരു ഗടിപിടിയിൽ ആയിട്ടുമായി. ഇപ്പൊ നോക്കുമ്പോ കേട്ടോറും കണ്ടോറും എല്ലാം എന്നെ പറയുകയും ചെയ്യുന്നത്. അതിന്റെ ഇടക്കുണ്ട് 8 ആള്. നല്ല എപ്പോഴേ കൊല്ലണ്ടി 8 ആള്. കണ്ട ഓൻ ആളുണ്ട്. ഉമ്മാനെ കൊന്നോണ്ടൊക്കെ ആളുണ്ട്. ആളാർക്കില്ലാത്ത അതൊന്നും ഞാൻ നോക്കണ്ട. അതിനൊന്നും നമ്മൾ നോക്കണ്ട. അതിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ലോകത്തൊന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും പറയാൻ കഴിയില്ല, ഒന്നും നടക്കാല. വേണ്ട, നമ്മൾ ശ്രദ്ധിക്കേ വേണ്ട. അത് മാത്രം ചിന്തിക്ക്. ഇഖ്ലാസ് നല്ലോണം ഉണ്ടാവട്ടെ, ഖൽബ് നന്നാവട്ടെ, സ്വന്തത്തിനാണ് എന്ന് ആദ്യം ബോധപ്പാടണം. എന്നിട്ട് ഉപദേശിക്ക്, കാര്യങ്ങൾ ചെയ്യേ. എല്ലാം മംഗളമാണ്, എല്ലാം ശുഭകരമാണ്. അല്ലാഹു ഖൈറിലാക്കി തരട്ടെ. അപ്പൊ ആ ചെറുപ്രായത്തിൽ എന്തെങ്കിലും അപ്രപ്രാണെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഒറ്റടിക്ക് ദൂരത്തെപ്പെടുത്തണ്ട. മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു പറയും, മഅറൂഫുൽ ഖർഖി വലിയ മഹാനാണ്. ഒരു നൂറ്റാണ്ട് കണ്ട ചരിത്ര പുരുഷനാണ്. ദുആരെന്ന് കഴിഞ്ഞാൽ കൈമുത്തുന്നതിന്റെ ഇടയില്, കൈമടക്കുന്നതിന്റെ ഇടയില്, കൈ താഴ്ത്തുന്നതിന്റെ ഇടയില് അല്ലാഹു ഉത്തരം കൊടുക്കുന്ന മഹാനാണ്. അല്ലാഹു ഉത്തരം കൊടുക്കപ്പെടുന്ന മഹാനാണ്. അല്ലാഹുവിന്റെ ആരിഫീങ്ങളിൽ വലിയവരായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ദുആരെന്ന് കണ്ടെങ്കിൽ അപ്പ സ്പോട്ടിൽ കിട്ടിയിട്ടായി, അതെല്ലാവർക്കും അറിഞ്ഞിട്ടുമായി. അങ്ങനെ ഒരു ദിവസം മഹാനർ ദിജ്ലയുടെ സൈഡില്, ഇറാഖിന്റെ നൈൽ നദി ആ സൈഡില്, അതിന്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ, ഒരു നാട്ടിലൂടെ നടന്നു പോകുമ്പോ കുറച്ച് നാട്ടുകാർ വന്നിട്ട് മഹാനരോട് പറഞ്ഞു, അത്രേ തങ്ങളെ മഅറൂഫുൽ ഖർഖി തങ്ങളെ അവിടെ ഒരു കുറ്റും ചുമ്മട്ടാസും ആർമാദിക്കലെല്ലാം കേൾക്കുന്ന അതാ കാണുന്ന ഞങ്ങളെ നാട്ടിന്റെ പൊട്ടിത്തെറിച്ച ബാലക്കാർ. കള്ളും കഞ്ചാവും കുപ്പിയും റമ്മും ബീറും എല്ലാം റെഡി. അതിന്റെ ഇടയ്ക്ക് നല്ല ക്രിസ്മസും ചെല്ലയും വേണ്ട. എല്ലാ ഗുലുമാലും ഓറുണ്ട്. ഞങ്ങൾക്ക് ഉപദേശിച്ചിട്ട് പിടിഞ്ഞ് ഇപ്പൊ കേൾക്കുന്നു, നിങ്ങളെ പണി നോക്കി ഞങ്ങളെ പണി നോക്കാം. ഉസ്താദ് വയല് പറയുന്ന അയാൾ നല്ല തങ്ങന്മാർ ചെല്ലുമ്പോ തങ്ങ മുറിച്ചിട്ടേ മനസ്സിലായി. നിങ്ങെന്തെന്തും എനക്ക് പേടിയാണല്ലോ, നിനക്കെന്ത് പേടി? പിന്നെ പേടിക്കേണ്ട ആള് ഞാനല്ലേ. ലാ യഖാഫു ലൗമത ലായിം. ഈമാനു മർഇൻ ലാ യകൂനു തകാമുലാ ഹത്താ യറാ നാസം ബിബിലിൻ മുസ്ലിലാ ഫയകൂനു മദ്ഹൂഹും വദമ്മുഹും സവാ
ലം യഖ്ശലൗമത ലായിമിൻ ഫീ ദിൽഉലാ ഇല്ല. എല്ലാം അല്ലാഹ് പറഞ്ഞ പോലെയാവണോ, അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞ പോലെയാവണോ. അല്ലാഹ് ഞങ്ങളെ കെട്ടിയിട്ടിട്ടില്ല, ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് പടച്ച റബ്ബ് ഞങ്ങൾക്ക് താഴിട്ട് കൂട്ടിയിട്ടില്ല. എല്ലാം ചെയ്തോ, എല്ലാം കുടിച്ചോ, എല്ലാം അനുഭവിച്ചോ, എല്ലാം ആസ്വദിച്ചോ. പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്, അതിനൊരു നിയമമുണ്ട്, അതിനൊരു പരിധിയുണ്ട്, അതിനൊരു മസലയുണ്ട്. അതനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതാ ഈ ദിജ്ലയുടെ തീരത്ത്, നൈലനദിയുടെ തീരത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാർ, ബാല്യക്കാർ ആഭാസങ്ങളുടെ കൂത്താട്ടങ്ങൾ അങ്ങനെ ചെയ്യുമ്പോ അല്ലാഹനെ മറന്നിട്ട് മദ്യത്തിനടിമകളായി അങ്ങനെ അട്ടഹസിച്ചാറുമാദിച്ച് നടക്കുമ്പോ ലക്കകെട്ടവിടെ കിടക്കുകയാണ്, മസ്തിച്ചങ്ങനെ കിടക്കുകയാണ്. എല്ലാ പോക്കിരിത്തരത്തിന്റെയും ലീഡർമാരാണ്. എല്ലാ കൊള്ളിവെപ്പിലും അവരുണ്ട്, എല്ലാ കൊലകേസുകളിലും അവരുണ്ട്, എല്ലാ കാഞ്ചാപ്പിന്റെ ലഹരിക്കടിമയായവരിലും അവരുണ്ട്. അങ്ങനെയുള്ള ബാല്യക്കാരെ ഉപദേശിച്ചിട്ട് കണ്ടിട്ട് നാട്ടുകാർക്ക് വിടിഞ്ഞുപോയി. മഹാനായ മഅറൂഫുൽ ഖൽഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ കണ്ടപ്പോ നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ആ ബാല്യക്കാരെ ശർറില്ലാണ്ടാവാൻ വേണ്ടി ദുആരക്കണോ. അവരെ കൊണ്ടിട്ട് ഞങ്ങളെ ഇസ്സത്ത് പോയി തങ്ങള്, ഞങ്ങളെ നാടിന്റെ ഇസ്സത്ത് പോയി തങ്ങള്, ഞങ്ങളെ എല്ലാ പരക്കാർക്കും ബേജാറാണ് തങ്ങള്. ഉപദേശിച്ച ഉപദേശം കേൾക്കുന്നില്ല, എല്ലാരും മേക്കിട്ട് കയറുന്നു തങ്ങള്. ഇല്ല തങ്ങളെ, ഞങ്ങളുടെ നാട്ടില് ഒരു പെണ്ണിന് പോലും മാനമര്യാദയ്ക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല. അവർ ശല്യം ചെയ്യുന്നു, എല്ലാ നിലക്കുള്ള കൊള്ളയടിക്കലും അവർ നടത്തുന്നു. അതുകൊണ്ട് തങ്ങള് അവർക്കെതിരെ ദുആരക്കണേ. അവർ ആരുമല്ല ഞങ്ങളെ മക്കളെന്നെ, അവർ ആരുമല്ല ഞങ്ങളെ അഞ്ചമാറന്നെ, അവർ ആരുമല്ല ഞങ്ങളെ മുത്താപ്പാന്റെ മക്കളെന്നെ, അവർ ആരുമല്ല ഞങ്ങളെ കുടുംബത്തിലെ മെമ്പറന്നെ. എന്നാലും തങ്ങളെ സാരമില്ല, നാടിന് ദീനിന് ഉമ്മത്തിന് ഗുണമില്ലാത്തവർ, നാടിന് ദീനിന് സമുദായത്തിന് കുടുംബത്തിന് ഉപദ്രവമുള്ള അവർ ഇനി ഭൂമി മണ്ണിൽ ജീവിക്കണ്ട, ഈ മണ്ണിലിന് വെറു വേണ്ട. അതുകൊണ്ട് തങ്ങളെ അവർക്കെതിരെ ദുആരക്കണോ. അല്ലാ നീ നശിപ്പിക്കണേ. അല്ലാ നൂഹ് നബി ദുആരുന്നില്ലേ, അവര് നീ ഭൂമിയില് ഇനി ബാക്കിയാക്കണ്ട എന്ന് ദുആരുന്നത് പോലെ ആ ബാല്യക്കാർക്ക് ദുആരക്കണം. നബിനെ മഅറൂഫുൽ ഖൽഖ് തങ്ങളെ അവർ വേണ്ട, ഞങ്ങൾക്ക് സഹി കെട്ടു, ഞങ്ങൾ ക്ഷമ കെട്ടു, ഉപദേശിച്ചിട്ട് മടുത്തു, ഉപദ്രവം കൊണ്ട് ഞങ്ങൾക്ക് ആകെ വീർപ്പ് മുട്ടിപ്പോയി, അതുകൊണ്ട് അവർക്കെതിരെ എന്ന് പറഞ്ഞപ്പോ മഹാനായ മഅറൂഫുൽ ഖൽഖ് റളിയല്ലാഹു അൻഹു എല്ലാവരെയും കൂട്ടിയിട്ട് പറഞ്ഞ്, ആമീൻ ചൊല്ലിക്കോളി, ഞാൻ ഇപ്പന്നത് വരക്കാം, ഞാൻ ഇപ്പന്നത് വരക്കാൻ പോട്ടു. നാടിനും ദീനിനും കൂട്ടിനും കുടുംബത്തിനും ഗുണമില്ലാത്തവൻ ഉണ്ടെങ്കെന്തേ ഇല്ലെങ്കെന്തേ. ഒരു പെണ്ണുങ്ങളെ വഴി നടക്കാൻ വിടാല, ഒരു പള്ളിപ്പറമ്പ് ജമാഅത്ത് ജുമാ എന്നത് സംഗതി അറിയാല, കള്ള കഞ്ചാവിലല്ലാണ്ടില്ല. പിന്നെ ഇത് ജീവിച്ചിട്ട് എന്ത് കാര്യം? ദുആരക്കണം തങ്ങളെന്ന് പറഞ്ഞപ്പോ മഅറൂഫുൽ ഖൽഖ് റളിയല്ലാഹു അൻഹു ദുആരുന്നു. ആ ദുആ അത് വല്ലാത്തൊരു ദുആയാണ്. ആ കൈകള് അത്ര കണ്ട പരിശുദ്ധമാണ്. അവിടെങ്ങാനും ദുആരെന്ന് പോയാൽ വജബൽ ഇജാബ. ആ ദുആക്കിടയിൽ അല്ലാഹുവിന്റെ ഇടയിൽ മറയില്ല. ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. അങ്ങനെയുള്ള ദുആയാണത്. മഹാനർ ദുആരുന്നു. ദുആരുന്നിട്ട് ആമീൻ പറയേണ്ടതിന് പകരം നാട്ടുകാരെല്ലാരും മഹാനരുടെ മുഖത്തേക്ക് നോക്കി. എന്ത് മഹാനർ ദുആരുന്നു? മഹാനർ ദുആരുന്നു, അല്ലാഹുമ്മ കമാ ഫറഹ്തുഹും ഫിദ്ദുനിയാ ഫഫർരിഹും ഫിൽ ആഖിറ. കുടിച്ച് ലക്ക് കെട്ട് മതോന്മതരായി മസ്ത് മാതിച്ച് അങ്ങനെ ആർത്തട്ടാസിച്ച് അറുമാതിച്ച് ആ ബാല്യക്കാർ ഇവിടെ സുഖിക്കുന്നത് പോലെ, സന്തോഷിക്കുന്നത് പോലെ, ചിരിച്ചട്ടഹസിക്കുന്നത് പോലെ അവരെ നീ ആഖിറത്തിൽ ഇതുപോലെ ചിരിപ്പിച്ച് സന്തോഷിപ്പിക്കണേ അല്ലാഹ്.
ഇപ്പൊ എല്ലാം മറന്നിട്ട് ചിരിക്കുന്നു, പരിസരം മറന്ന് ചിരിക്കുന്നു, ഹാർട്ടട്ടാസിച്ച് ചിരിക്കുന്നു, മസ്ത് പിടിച്ച് ചിരിക്കുന്നു. ഈ ഭൂമിയിൽ അവർ അങ്ങനെ ചിരിക്കുന്നത് പോലെ, പരിസരം മറന്നിട്ട് അങ്ങനെ ആർമാദിച്ചതുപോലെ നീ നാളെ പരലോകത്തും അവരെ ചിരിപ്പിക്കണേ അല്ലാ, സന്തോഷിപ്പിക്കണേ അല്ലാ. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആരും മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ദുആരുന്നു, മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ദുആരുന്നു.